മമ്മി ക്യാ ബേട്ടി, വിശപ്പ് തുടങ്ങിയോ? മമ്മിക്ക് എന്നെ കാണുമ്പോഴൊക്കെ ഇത് ചോദിക്കാനേ ഉള്ളൂ. വിശക്കുമ്പോ ഞാൻ കഴിച്ചോളാം എന്റെ മമ്മി. നിന്റെ കാര്യം നോക്കാൻ ഇവിടെ ഞാനല്ലാതെ വേറെ ആരല്ലത്? ദാ നിനക്ക് നല്ല ക്ഷീണമുണ്ട്. അത് മമ്മിക്ക് വെറുതെ തോന്നുന്നതാ. ഒന്ന് നോക്കിയേ മാധവേച്ചി, വല്ല കുഴപ്പമുണ്ടോന്ന്. നമുക്കിവിടെ പറ്റില്ല മോളെ. മുംബൈ തന്നെയാ നല്ലത്. പോണം, മടങ്ങി പോണം. മമ്മി വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം. വേണമെങ്കിൽ പപ്പയും കൂട്ടിക്കോ. ഇവിടെ ഞാനും ഗംഗേച്ചിയും ഗിരിയേട്ടനും ഒക്കെ കൂടി അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കും. പോരാത്തതിനിപ്പോ ശാലിനിയേച്ചി ശ്യാമേട്ടനും ഒക്കെ കൂടെ ഉണ്ടല്ലോ. പിന്നെ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി തരാൻ നമ്മുടെ ഈ മാധവേച്ചിയും ഉണ്ട്. പോകുഞ്ഞേ, ഈ ഗാതകുഞ്ഞിന്റെ കാര്യം. മാധവേച്ചി ഇപ്പോ ഒരു 2 ഇഞ്ച് കൂടിയിട്ടുണ്ട്. ഒക്കെ കട്ട് തിന്നല്ലേ. തിന്നോ തിന്നോ. ഞാൻ എന്തു പറഞ്ഞാലും മാധു, ശ്യാമ, ശാലിനി, മമ്മി വേണ്ട. സാരയില്ല ക്ലാര, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നതല്ലേ. പാവം, ഒന്നും അവൾ അറിഞ്ഞോണ്ടല്ലോ. ഇല്ലെങ്കിൽ അവളുടെ കുഞ്ഞിനോട് പോലും ഇങ്ങനെ. നമ്മൾ ശ്രമിച്ച ക്രമേണ ഈ കുട്ടിയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ക്ലാര എൻ്റെ മനസ്സ് പറയുന്നത്. എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാ. നമുക്ക് ശ്രമിക്കാം. കർത്താവ് കൈവിടിയില്ല. മോളെ, മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇങ്ങോട്ടൊന്ന് നോക്കാൻ. ഇതാരാ? മോക്ക് എന്തെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? വീട്, നാട്, വീട്ടുകാര്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ കുട്ടി. ഈ ഫോട്ടോ കണ്ടിട്ട് പോലും മോക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ലേ? പറയൂ മോളെ, ഈ ഫോട്ടോയിൽ കാണുന്നയാള് മോടെ ഭർത്താവാണോ? എന്താ അയാളുടെ പേര്? എവിടെയാ വീട്? എന്തെങ്കിലും ഒന്ന് പറയൂ കുട്ടി. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമെന്നാ ഡോക്ടർ പറഞ്ഞത്. കർത്താവിന്റെ കൃപ. അനാഥത്വത്തിൽ നിന്നും കുഞ്ഞിനെ രക്ഷിച്ച കർത്താവ് തന്നെ ഈ മാതാവിന്റെ കാര്യത്തിലും കരുണ കാണിക്കട്ടെ. പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയൂ. വണക്കം. എന്തടാ? മുറിവുണങ്ങുന്നതോടെ കുറച്ചുകൂടി പ്രോഗ്രസ് കിട്ടും. ഇങ്ങനെ ഒരു സ്റ്റേജിൽ കൂടുതൽ സീരിയസ് ആകാതിരുന്നത് തന്നെ ഭാഗ്യം. എന്തായാലും കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റർ, ജീവൻ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇത്രയും ഇംപ്രൂവ്മെന്റ് കാണുന്നത് തന്നെ അത്ഭുതമാണ്. ഒക്കെ സിസ്റ്ററുടെ പ്രാർത്ഥനയുടെ ശക്തിയാവും. എന്റെ മാത്രമല്ല ഡോക്ടർ, എന്നേക്കാൾ ഉപരി ക്ലാരയുടെ പ്രാർത്ഥന എന്ന് പറയുന്നതാവും ശരി. ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകണം. ശരി ഡോക്ടർ. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞോ മദർ? ഇല്ല ഡോക്ടർ, പോലീസ് അന്വേഷണം നന്നായി നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാ ശരി മദർ, എന്ത് പ്രോബ്ലം വന്നാലും എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. ശരി ഡോക്ടർ. ക്ലാര, അവൻ ആ ക്രിസ്റ്റി കൊണ്ടുപോയിക്കോ, കുട്ടിയെ കൊണ്ടുപോയിക്കോ.
എന്താ മദറമ്മേ എന്നെ കണ്ടപ്പോ തിരിഞ്ഞളഞ്ഞത്? ഇത് ഞാൻ തന്നെ, ക്രിസ്റ്റി, ദൈവത്തിന്റെ കുഞ്ഞാട്. ആ, അങ്ങനെ അങ്ങ് പോയാലോ? ഒരാൾ കാണാൻ വരുമ്പോ ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞു പോകുന്നത് മര്യാദയാണോ? അതും ഒരു മദറായ നിങ്ങൾ. നീ എന്തിനാണ് കാണാൻ വന്നതെന്ന് എനിക്കറിയാം. അറിയാലോ. എങ്കിൽ പിന്നെ ഈ പാപം ക്രിസ്റ്റിയെ ഇങ്ങനെ ഇട്ട് നടത്തിക്കാതെ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പ്രവർത്തിച്ചൂടെ? ഇല്ല, നിന്റെ മനസ്സിൽ ഇപ്പൊ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അവളെ ഞാൻ നിനക്ക് ഒരിക്കലും വിട്ടു തരികയില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറഞ്ഞാലോ? മദറമ്മ അവളെ വിട്ടുതരികയും മറ്റും വേണ്ട. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒരൊറ്റ കാര്യം, അവളുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക. പണ്ട് നമ്മുടെ പീലാത്തോസ് ചെയ്ത പോലെ ഒരു കൈ കഴുകൽ. ഫിനിഷ്. ശരി, സമ്മതിച്ചു. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്കറിയണം. എന്ത് കാര്യങ്ങൾ? ചോദിച്ചോളൂ. രേണുക എന്ന കുട്ടി, അവൾ ആരാണ്? അവളുടെ വീട് എവിടെയാണ്? നീ എന്തിനാണ് അവളെ പിന്തുടരുന്നത്? പറയൂ, അതാണ് എനിക്കറിയേണ്ടത്. കൊള്ളാം കൊള്ളാം മദറമ്മേ. മദറമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ അത് പ്രയോഗിക്കേണ്ടടുത്തല്ലെന്ന് മാത്രം. ഒന്നുമല്ലെങ്കിലും ഞാനൊരു ക്രിമിനൽ അല്ലേ മദറമ്മേ? ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു പ്രൊഫഷൻ കൊണ്ട് നടക്കുന്നവൻ ആ എന്നോട് വേണോ? മദറമ്മയുടെ ഈ ബുദ്ധിയൊക്കെ കൊള്ളാം. അത് അനാഥ പിള്ളേരുടെ അടുത്ത്. അവര് മാത്രമേ ഇതിൽ വീഴൂ. സാത്താൻ അധികകാലം അഹങ്കരിക്കാൻ കഴിയില്ലെന്ന് ഓർത്തോ? നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നോ 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 നോ, ഇതിപ്പോ സാത്താന്മാരുടെ കാലമാണ് മദറേ. കൊന്തയും കുരിശുമൊന്നും കണ്ട വിരളില്ലവര്. തൽക്കാലം ഞാൻ പോവാം. പക്ഷേ ഇവിടൊക്കെ തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് ഓർത്തോ? മദർ ഒന്നുകൂടി ആലോചിക്കും. ക്രിസ്റ്റിക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് മറക്കണ്ട. ഹലോ ആന്റി, ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സാറില്ലേ ആന്റിയുടെ? ഞാൻ പള്ളിയിലേക്ക് പോകുന്നവരുണ്ടായിരുന്നു. പുറത്തേക്ക് ചാടാനുള്ള നേരമായിട്ടില്ല. ആ, മദ്രാസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അല്ലേ? ആ, 10 മണിക്ക് ട്രിവാൻഡ്രം ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റാ. ദേ, രാവിലെ മുതൽ അവിടെ ഒരാൾ കാത്തിരിക്കുക, ഗംഗ. 2 പ്രാവശ്യം ഇവിടെയും വിളിച്ചായിരുന്നു. ഹലോ മിസ്റ്റർ ശ്യാം, കം കം. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ചെന്നൈന്ന് വരുന്ന വഴിയാണല്ലേ? ആ, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് സാറിനെ ഒന്ന് കയറി കണ്ടിട്ട് പോകാന്ന് കരുതി. ദാറ്റ്സ് ഗുഡ്. ആ, എടോ പെമ്പിളെ, നമ്മുടെ ശ്യാം വിവാദപരമായ ഒരു ഉഗ്രൻ കേസും ജയിച്ചിട്ട് വരുന്ന വരവാ. അതിന്റെ ഹാങ് ഓവറിൽ നിന്നൊന്ന് റിലാക്സ്ഡ് ആകാൻ നല്ല സ്റ്റൈലിനൊരു കാപ്പി ഇടും. ഇപ്പൊ എടുക്കാം, കയറിയിരിക്കെ. മിസ്റ്റർ ശ്യാം, മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു. കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് താൻ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അവര് ശരിക്കും എന്നെ പലതവണ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അത് കഴിയില്ല എന്ന് വന്നപ്പോ പിന്നെ ഭീഷണിയായി. എന്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു ശ്യാം. എങ്ങനെയും ശ്യാമിനെ പിന്തിരിപ്പിക്കണമെന്നും പറഞ്ഞ് അവരിവിടെ പല പ്രാവശ്യം കയറി ഇറങ്ങിയതാ. വാഗ്ദാനങ്ങൾ,
ഭീഷണി എന്ന് വേണ്ട. ആ വാ തായിരിക്കും. ഫിയാറ്റ് ജസ്റ്റിഷ്യ റുവായത്ത് ക്വയർ. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കും. അത് നമ്മൾ പാലിക്കേണ്ട സാർ. ഷുവർ ഷുവർ. പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശത്തോടൊപ്പം വക്കീലന്മാർക്ക് ചില കടമകൾ കൂടിയുണ്ട്. കേസ് സത്യസന്ധമായും കാര്യക്ഷമമായും വാദിക്കണം. കക്ഷികളുടെ താല്പര്യം സംരക്ഷിക്കുകയും ശരിയായ വിധിയിലെത്താൻ കോടതിയെ സഹായിക്കുകയും കൂടി ചെയ്താലേ ആ കടമ പൂർത്തിയാവുന്നുള്ളൂ. ജഡ്ജും വളരെ പഞ്ചുവലായിരുന്നു. അദ്ദേഹത്തെയും അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കണം. നോ ഡൗട്ട്, ഇറ്റ്സ് നാച്ചുറൽ. അഭിഭാഷകരിൽ നിന്നാണ് ജഡ്ജിമാരുണ്ടാകുന്നത്. സത്യസന്ധമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ സത്യസന്ധരായ ജഡ്ജിമാരാകാനും പറ്റൂ. 10-15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊല ചെയ്യപ്പെടുക, അതും സംരക്ഷിച്ചു പോറ്റേണ്ട സ്വന്തം ഇളയച്ചന്മാരുടെ കൈകളാൽ തന്നെ. എന്തൊരു ക്രൂരതയാണല്ലോ. ഏതൊരു പയ്യനെ പ്രേമിച്ചു പോയി എന്നുള്ളത് റീസൺ. യഥാർത്ഥ റീസൺ അതല്ലായിരുന്നല്ലോ. അല്ല, ബഹുഭൂരിപക്ഷം കേസിലെ പോലെ തന്നെ സ്വത്ത്, പണം, അതൊക്കെ തന്നെ. ഇവിടെ ഇതിയാനുമായി സംസാരിച്ചു നിൽക്കാതെ വേഗം വീട്ടിലേക്ക് ചെല്ല്. അല്ലെങ്കിൽ എത്തിയ വിവരം ഗംഗയെ വിളിച്ച് അറിയിക്കെങ്കിലും ചെയ്യേ. ഞാൻ വരുന്ന വഴിക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാ ചോദ്യമാടി മോളിക്കുട്ടി നീ ചോദിക്കുന്നേ? വിളിച്ചായിരുന്നോന്നോ? കൊള്ളാം. കെട്ടുകഴിഞ്ഞതിന്റെ 3-ാം ദിവസം കേസിനെന്നും പറഞ്ഞുകൊണ്ട് ചെന്നൈയിലേക്ക് പോയ ഒരാളല്ലേ. ഇതിന്റെ ഇടയിൽ ഫോൺ വിളിയും പരിഭവവും വിരഹവും ഒക്കെ ആയിട്ട് കേസ് കുഴച്ചു കളയുമെന്നായിരുന്നു എന്റെ പേടി. അങ്ങനൊന്നുമില്ല. കോടതി വേറെ, കുടുംബം വേറെ. ഇനി കുറെ കാലത്തേക്കെങ്കിലും ഇത്തരം കേസുകളൊന്നും ശ്യാമിനെ ഏൽപ്പിക്കരുത്. ഓ, പകരം ഞാൻ തന്നെ ഏറ്റോളണമെന്ന്. കേട്ടോ മിസ്റ്റർ ശ്യാം, വയസ്സുകാലത്ത് എന്നെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പറഞ്ഞേക്കണമെന്നാ എന്റെ കെട്ടിയോളുടെ ആഗ്രഹം. ഞാൻ അതൊന്നും അല്ല പറഞ്ഞേ. അല്ല, ചോദിക്കാൻ വിട്ടു. ഇന്നെന്താ വിശേഷം? സൺഡേ അല്ലാഞ്ഞിട്ട് കൂടി ആന്റിന്ന് പള്ളി പോയി. എന്താ ആന്റി പെട്ടെന്ന് രണ്ടാളും? എന്തു പറ്റി സാർ? ഇന്ന് ക്ലാരയുടെ ബർത്ത്ഡേയാ. ശ്യാം ക്ലാരയെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല സാർ. ഇതാണ് സ്നേഹമോൾ, ക്ലാരയുടെ കുഞ്ഞ്. പാവം, വിടരും മുമ്പേ കുഴിയാനായിരുന്നു അവളുടെ വിധി. ക്ലാര നന്നായി പാടുമായിരുന്നെന്ന് ഗംഗ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു ശ്യാം, ഈ വീടിന്റെ വിളക്ക്. ക്ലാര പിന്നെ എന്തിനാണ് സാർ ഈ വീട് വിട്ട് നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നറിയാതെ ഇങ്ങനെ? അറിയാം ശ്യാം, അവൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അവിടെ പോകാനോ അവളെ ഒന്ന് കാണാനോ ഒന്നും ഞങ്ങൾക്ക് അനുവാദമില്ല. ആരുടെ അനുവാദമാണ് സാർ അതിന് വേണ്ടത്? മറ്റാരുടെയും അല്ല, അവളുടേത് തന്നെ, ക്ലാരയുടെ. ക്ലാര ഇപ്പോ എവിടെയാണ് സാർ ഉള്ളത്? ചെന്നൈയിലോ? യെസ്, മദർ മാർഗരറ്റിന്റെ ഓർഫനേജിൽ. ചെന്നൈ പോകും മുമ്പ് ജസ്റ്റ് സാറിനോടൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ വെറുതെങ്കിലും ക്ലാരയൊന്ന് കാണാമായിരുന്നു. ഞാനത് ബോധപൂർവം തന്നെയാണ് ശ്യാമിനോട് പറയാതിരുന്നത്. ആരും അവളെ കാണാൻ ചെല്ലുന്നത് അവൾക്കിഷ്ടമല്ല. അവൾ ഇന്നൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ശ്യാം. പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും ക്ലാര നേരിൽ കണ്ടൊന്ന് സംസാരിക്കാൻ സാധിച്ചാൽ അവളെ എങ്ങനെയും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല ശ്യാം, ഞാനും മോളിക്കുട്ടിയും കെവിനും ഒക്കെ പല പ്രാവശ്യം ശ്രമിച്ചതാ. എന്നിട്ട് ഇന്നവൾ മാർഗരറ്റിന്റെ അടുത്തെങ്കിലും ഉണ്ടെന്നൊരു സമാധാനമുണ്ട്. ഇനി അവളെ കാണാനോ മറ്റോ ഞങ്ങൾ ശ്രമിച്ചാൽ
അവിടുന്നും അവൾ എങ്ങോട്ടെങ്കിലും പോയിക്കളയും. അവളത് ഞങ്ങളോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് ലാളിച്ചാണ് ഞാൻ അവളെ വളർത്തിയത്. ഒത്തിരി സ്വപ്നങ്ങളും മോഹങ്ങളുമായി ഒരു ശലഭത്തെ പോലെ പാറി നടന്നിരുന്ന എന്റെ മോളുടെ ജീവിതം തകർത്തത് അവനാണ്. അവൻ മൈക്കിൾ. മൈക്കിൾ? യെസ്, ക്ലാരയുടെ ഭർത്താവ്. പേരുകേട്ട കാട്ടൂർ തറവാട്ടിലെ ജോൺ കാട്ടൂർക്കാരന്റെ ഏക മകൻ മൈക്കിൾ. അവൾക്കൊട്ടും താല്പര്യമില്ലാത്ത ബന്ധമായിരുന്നു അത്. എന്റെ നിർബന്ധമായിരുന്നു മുഖ്യം. തരകൻ കുടുംബത്തിന് കാട്ടൂർ കുടുംബവുമായ ഒരു ബന്ധം, അത് ഞാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹമാണ് എന്റെ മോളുടെ ജീവിതം തകരാൻ കാരണമായത്. എന്റെ മോള് പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ് ശ്യാം, അവൾക്ക് ഈ ബന്ധം വേണ്ടെന്ന്. കേട്ടില്ല, ഞങ്ങളത് കേട്ടില്ല. വിവാഹം നടന്നു. പക്ഷേ എന്റെ കണക്കൂട്ടലുകളെല്ലാം തന്നെ പിഴക്കുകയായിരുന്നു ശ്യാം. ശ്യാമിനറിയൂ, വിവാഹ ദിവസം രാത്രി എനിക്കെന്റെ മോളെ പോലീസ് സ്റ്റേഷനിൽ പോയി കൂട്ടിക്കൊണ്ടുവരേണ്ടി വന്നു. സർ, സർ, സർ കരയരുത്.